നിയമം നടപ്പിലാക്കുന്നവർ തന്നെ അതിൻ്റെ വ്യാഖ്യാനത്തിനായി കോടതിയെ സമീപിക്കുന്ന കൗതുകകരമായ കാഴ്ച. അതാണ് ഈ അടുത്ത നാളുകളിൽ ട്രെൻഡിങ് ടോപ്പിക്കായിട്ട് നിൽക്കുന്നത്. അന്വേഷണത്തിൻ്റെ ചങ്ങലകെട്ടുകൾ കൊണ്ട് കുറ്റവാളികളെ തളയ്ക്കുന്ന ഒരു ഏജൻസിക്ക് നിയമത്തിൻ്റെ സംരക്ഷണത്തിനായി അതേ കോടതി മുറികളിൽ റിട്ടുകൾ സമർപ്പിക്കുവാൻ അവകാശമുണ്ടോ? സാധാരണക്കാരൻ തൻ്റെ അവകാശങ്ങൾക്കായി കോടതിയെ സമീപിക്കുമ്പോൾ സർക്കാരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി കോടതിക്ക് മുന്നിൽ ഒരു റിട്ട് ഹർജിയുമായിട്ടൊക്കെ എത്തിയാൽ നിയമം അതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? ഈ വിഷയത്തിലെ സുപ്രധാന കോടതി വിധിന്യായങ്ങളും ഭരണഘടനാപരമായിട്ടുള്ള പ്രത്യേകതകളും പരിശോധിക്കുമ്പോൾ തെളിയുന്നത് വളരെ അമ്പരപ്പിക്കുന്നതായിട്ടുള്ള ചില വസ്തുതകളൊക്കെയാണ്. അധികാര പരിധിയും നീതി നിർവഹണവും നേർക്കുനേർ നിൽക്കുന്ന ഈ ഒരു നിയമയുദ്ധത്തിൽ ഒരു ഡയറക്ടറേറ്റിൻ്റെ അധികാരാവകാശങ്ങൾ എവിടെ അവസാനിക്കുന്നു എന്ന പ്രസക്തമായ ഒരു ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. നിയമ പുസ്തകങ്ങളിലെ വളരെ സങ്കീർണമായ വകുപ്പുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് ഇന്നത്തെ യാത്ര പോകുന്നത്. സോ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം പാഴാക്കാതെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും അതേപോലെ കേരളത്തിലും അന്വേഷണ ഏജൻസികളും സർക്കാരും തമ്മിലുള്ള നിയമയുദ്ധങ്ങൾ ഈ വിഷയത്തെ വളരെ ഗൗരവമുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള ഒരു കേന്ദ്ര ഏജൻസിക്ക് സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ റിട്ട് സമർപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഒരു തർക്ക വിഷയം. കേരളത്തിൽ ഈ വിഷയം സജീവ ചർച്ചയായത് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള ഇ.ഡി. സംസ്ഥാന സർക്കാർ നിയമിച്ച ഒരു ജുഡീഷ്യൽ കമ്മീഷനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ച ഒരു സിറ്റുവേഷനിലാണ്. റിട്ട് ഓഫ് സെർഷ്യറി ആൻഡ് മാൻഡമസ് ഇൻ ആക്ഷൻ. സ്വർണ്ണക്കടത്ത് കേസിനോടനുബന്ധിച്ച് ഈ ലൈഫ് മിഷൻ അഴിമതിയിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്ന ആ ഒരു സിറ്റുവേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റം ചുമത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് വി.കെ. മോഹനൻ കമ്മീഷനെ നിയമിക്കുകയുണ്ടായി. അപ്പോൾ ഒരു അന്വേഷണ ഏജൻസിക്ക് മൗലിക അവകാശങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ ആർട്ടിക്കിൾ 226 പ്രകാരം റിട്ട് നൽകാൻ സാധിക്കുമോ എന്ന് സർക്കാർ അഭിഭാഷകൻ ചോദിക്കുകയുണ്ടായി. ഒരു നിയമപരമായ അതോറിറ്റി എന്ന നിലയിൽ തങ്ങളുടെ അന്വേഷണത്തിന് അനാവശ്യമായി ഇടപെടാൻ ആർക്കും അവകാശമില്ല എന്നും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ കോടതിയെ സമീപിക്കാൻ ഏജൻസിക്ക് അധികാരമുണ്ടെന്നും കേരള ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ സംസ്ഥാനം നിയമിച്ച ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ നടപടികളൊക്കെ കോടതി ആ സമയത്ത് സ്റ്റേ ചെയ്യുന്നത് കൂടി നമ്മൾ കണ്ടു. ഇനി നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഈ വിഷയം സങ്കീർണമാകുന്നത് സംസ്ഥാനത്തെ ആന്റി കറപ്ഷൻ ബ്യൂറോ കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള ഇ.ഡിയും തമ്മിലുള്ള നിയമ പോരാട്ടത്തിലൂടെയാണെന്ന് മനസ്സിലാക്കാം. മന്ത്രി സെന്തിൽ ബാലാജിക്കെതിരെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഇ.ഡി ഉദ്യോഗസ്ഥനായിട്ടുള്ള അങ്കിത് തിവാരിയെ തമിഴ്നാട് പോലീസ് കൈക്കൂലി കേസ് ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇതിന് പിന്നാലെ മധുരയിലെ ഇ.ഡി ഓഫീസിൽ സംസ്ഥാന പോലീസ് റെയ്ഡ് നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. തൻ്റെ ഓഫീസിലെ ഫയലുകൾ പിടിച്ചെടുത്തതും സംസ്ഥാന പോലീസ് അനുമതിയില്ലാതെ തന്നെ റെയ്ഡ് നടത്തിയതും നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇ.ഡി ഡയറക്ടറേറ്റ് മദ്രാസ് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. സംസ്ഥാന പോലീസ് കേന്ദ്ര ഏജൻസിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുവെന്നും കേസ് അന്വേഷണം CBIക്ക് കൈമാറണമെന്നും ഇ.ഡിയും തിരിച്ച് കൗണ്ടർ ചെയ്യുകയുണ്ടായി. തമിഴ്നാട്ടിലെ ഈ ഒരു സംഭവം ഫെഡറൽ സംവിധാനത്തിൽ വലിയ ചർച്ചയുണ്ടാക്കിയ ഒരു വിഷയം തന്നെയാണ്. ഒരു അന്വേഷണ ഏജൻസി മറ്റൊരു ഏജൻസിക്കെതിരെ കോടതിയിലെത്തിയ അപൂർവം സാഹചര്യങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടിട്ടുള്ളത്. സാധാരണഗതിയിൽ പൗരന്മാരാണ് ഭരണകൂടത്തിൻ്റെ ലംഘനങ്ങൾക്കെതിരെ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാറുള്ളത്. എന്നാൽ കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള ഇ.ഡി സംസ്ഥാന സർക്കാരുകളുടെ നടപടികൾക്കെതിരെ അന്വേഷണത്തിന് തടസ്സം നിൽക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സമീപിക്കുമ്പോഴാണ് ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നിയമപ്രശ്നമായിട്ടൊക്കെ മാറുന്നത്. ആർട്ടിക്കിൾ 226 പ്രകാരം ഏതൊരു വ്യക്തിക്കും എനി പേഴ്സൺ ഹാവ് ദ റൈറ്റ് ടു റീച്ച് ദ ഹൈക്കോർട്ട് ഹൈക്കോടതിയെ അവർക്ക് സമീപിക്കുവാനായിട്ട് സാധിക്കും. നിയമപരമായി ഇ.ഡി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ലീഗൽ എൻറ്റിറ്റി ആയതിനാൽ തന്നെ തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിൽക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് റിട്ട് നൽകാൻ സാധിക്കും എന്ന ഒരു നിയമവശം കൂടി പറയുന്നുണ്ട്.
ഈ അന്വേഷണം തടസ്സപ്പെടുന്ന തരത്തിലൊക്കെയുള്ള സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവുകളോ അതേപോലെ പോലീസ് നടപടികളോ റദ്ദാക്കാൻ ഇ ഡിക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കുമെന്നൊരു നിയമവശം കൂടി ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. പോലീസ് എന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വിഷയമാണ്. എന്നാൽ PMLA നിയമപ്രകാരം ഇ ഡിക്ക് രാജ്യം മുഴുവൻ അന്വേഷണം നടത്തുന്നതിനുള്ള ഒരു അധികാരമുണ്ട്. സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ ഇ ഡി കടന്നു കയറുന്നു എന്നൊരു വാദമാണ് കേരളവും തമിഴ്നാടും പ്രധാനമായിട്ട് ഉയർത്തുന്നത്. എന്നാൽ കേന്ദ്ര നിയമം നടപ്പിലാക്കുന്നതിനെ തടയാൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്ന് ഇ ഡി തിരിച്ചും വാദിക്കുന്നുണ്ട്. ഇവിടെ ആർട്ടിക്കിൾ 226 വഴി ഹൈക്കോടതിയാണ് ഈ ഒരു അധികാര സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പവർ പരിശോധിക്കുവാനുള്ളത്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സംഭവങ്ങളിൽ കണ്ടുവരുന്നത് ഇ ഡി സമൻസുകൾക്കെതിരെ അല്ലെങ്കിൽ അന്വേഷണത്തിനെതിരെ സംസ്ഥാന സർക്കാരുകളൊക്കെ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ വാങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത്. ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇ ഡി ഇതേ ആർട്ടിക്കിൾ ഉപയോഗിച്ച് തന്നെ മറുഭാഗത്തൊരു കൗണ്ടർ ഹർജി നൽകുന്ന കാഴ്ചയും കാണാം. അപ്പോൾ നമ്മുടെ ഹൈക്കോടതി പ്രധാനമായും 3 കാര്യങ്ങളിലായിരിക്കും ഇത് പരിഗണിക്കുമ്പോൾ പരിശോധന നടത്തുക. ഒന്ന്, ഇ ഡി ആവശ്യപ്പെടുന്ന ആ രേഖകൾ അന്വേഷണത്തിന് അത്യന്താപേക്ഷിതമാണോ എന്നതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് സംസ്ഥാനം മനഃപൂർവ്വമായ രീതിയിൽ അന്വേഷണം വൈകിപ്പിക്കുകയാണോ എന്നൊരു കാര്യം അന്വേഷിക്കും. മൂന്നാമത്തേതായിട്ട് രാഷ്ട്രീയ പ്രേരിതമായി ഇ ഡി ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുകൂടി കോടതിയിൽ അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലുള്ള വിഷയങ്ങളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി സംസ്ഥാന പോലീസും ഇ ഡിയും ഒക്കെ അന്വേഷിക്കുമ്പോൾ ആരുടെ അധികാരമാണ് നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വിവരങ്ങളോ സംസ്ഥാനത്തിൻ്റെ രഹസ്യ സ്വഭാവങ്ങളൊക്കെയുള്ള രേഖകളൊക്കെ ഉണ്ടല്ലോ, അത് ഇ ഡി ചോദിക്കുമ്പോൾ അത് ആർട്ടിക്കിൾ 226 പ്രകാരം കോടതിക്ക് അത് തടയുകയോ അല്ലെങ്കിൽ അത് കൊടുക്കുന്നതിനുള്ള അനുവാദം നൽകുകയൊക്കെ ചെയ്യാം. അതൊരു ലീഗൽ സൈഡായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഈ ഇ ഡി ആർട്ടിക്കിൾ 226 ഉപയോഗിക്കുന്നത് പ്രധാനമായും മാൻഡമസ് റിട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അതായത് ഞങ്ങളുടെ നിയമപരമായിട്ടുള്ള കടമ നിർവഹിക്കുവാൻ സംസ്ഥാനത്തെ അനുവദിക്കുക എന്നുള്ളതാണ്. അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ സംസ്ഥാനങ്ങൾ സെർഷററി വഴിയാണ് ഇ ഡിയുടെ ഈ ഒരു ഉത്തരവുകളെയൊക്കെ റദ്ദാക്കാൻ ശ്രമിക്കുന്നത് എന്നുകൂടി ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനുണ്ട്. ഇക്കാര്യത്തിൽ കോടതിയുടെ നിരീക്ഷണം കേവലം ഒരു തർക്ക പരിഹാരം എന്നതിലൊക്കെ ഉപരി ഇന്ത്യയുടെ ഭരണഘടനാ ചരിത്രത്തിലെ സുപ്രധാനമായിട്ടുള്ള ചില തത്വങ്ങളെ പുനർനിർവചിക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ് നമ്മൾ ഫെഡറലിസം എന്ന് കേട്ടിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾക്ക് ഒരു സംസ്ഥാനത്ത് എത്രത്തോളം അധികാരങ്ങൾ പ്രയോഗിക്കാമെന്നതിൽ ഒരു പ്രത്യേക വ്യക്തതയൊക്കെ കോടതി ഇതിനകത്ത് വരുത്താൻ സാധ്യതയുണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെ അനുമതി ഇല്ലാതെ CBIക്ക് ലഭിക്കാത്ത പലതരത്തിലുള്ള അധികാരങ്ങൾ ഇ ഡിക്ക് ഉണ്ടോ എന്നതിൽ കോടതി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ മാത്രമേ അന്വേഷണം പാടുള്ളൂ എന്നൊരു കർശന നിർദ്ദേശം ഒരുപക്ഷെ കോടതി നൽകിയേക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ഒരു നിഗമനമാണ്. അന്വേഷണത്തോട് സഹകരിക്കാൻ സംസ്ഥാനത്തിന് തീർച്ചയായും ബാധ്യതയുണ്ട്. എന്നാൽ ആ അന്വേഷണം സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങളെ ഒന്നും കവർന്നെടുക്കുന്നതാകരുത് എന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം കോടതിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നു. ഇ ഡി ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും നൽകേണ്ടതില്ല എന്നും എന്നാൽ അന്വേഷണത്തിന് അത്യാവശ്യമായത് നൽകിയേ തീരുമെന്നുള്ള ഒരു മിഡ് വേ ഫോർമുല ഒരുപക്ഷെ കോടതി നിർദ്ദേശിക്കുവാനുള്ള സാധ്യത കാണുന്നു. IAS IPS ഉദ്യോഗസ്ഥരെ ഇ ഡി തുടർച്ചയായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് ഭരണസ്തംഭനത്തിന് കാരണമാകുന്നു എന്ന പ്രത്യേക ഒരു വാദത്തിൽ കോടതിയുടെ നിരീക്ഷണം നിർണായകമാകാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് സംരക്ഷണം നൽകേണ്ടതുണ്ടോ എന്ന് കോടതി തീർച്ചയായിട്ടും പരിശോധിക്കും. വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ വഴിയോ അല്ലെങ്കിൽ അതത് ഓഫീസിൽ വെച്ചോ ഒക്കെ ചോദ്യം ചെയ്യൽ നടത്താമെന്നൊക്കെയുള്ള ഇളവുകളിലേക്കൊക്കെ കോടതി പോകുവാൻ സാധ്യതയുണ്ട് എന്നൊരു വസ്തുത വരുവാൻ ഉള്ളൊരു പ്രത്യേക സാഹചര്യം കൂടി കണക്കാകുന്നുണ്ട്. അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ ആയുധമായി മാറുന്നു എന്നൊരു ആരോപണം കോടതിക്ക് തീർച്ചയായിട്ടും അവഗണിക്കുവാൻ സാധിക്കില്ല. തെളിവുകളില്ലാതെ വെറുതെ പീഡിപ്പിക്കുവാനാണ് അന്വേഷണമെങ്കിൽ കോടതി ഈ വിഷയത്തിൽ ശക്തമായി തന്നെ ഇടപെടാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കുറ്റാന്വേഷണത്തിന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കാനോ അതല്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമൊക്കെ നടത്താനോ പ്രത്യേക തരത്തിലുള്ള ഉത്തരവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കോടതികൾ സാധാരണയായി അന്വേഷണങ്ങളൊന്നും തടയാറില്ല. എന്നാൽ അധികാരം ദുരുപയോഗം ചെയ്യുന്നത് അനുവദിക്കുന്നുമില്ല എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഒരു നയം സ്വീകരിക്കാറുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയം പരിശോധിക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും ഒരുപക്ഷെ തിരിച്ചടി നേരിടാനുള്ള സാധ്യതയും പൊതുവെ കാണുന്നുണ്ട്.
തമിഴ്നാട്ടിലെയൊക്കെ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട കേസിൽ 5 ജില്ലാ കളക്ടർമാർക്കാണ് ഈ ഇ.ഡി. സമൻസ് അയച്ചതെന്ന് കാണാൻ സാധിക്കും. തമിഴ്നാട് സർക്കാർ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി സമൻസ് സ്റ്റേ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്ന് ഇ.ഡി. സുപ്രീം കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചു. സുപ്രീം കോടതി ഹൈക്കോടതിയുടെ സ്റ്റേ നീക്കിയെങ്കിലും കളക്ടർമാർക്ക് ഇളവുകളൊക്കെ നൽകുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. സിമിലർ ആയിട്ട് തമിഴ്നാട്ടിൽ ഇ.ഡി. ഉദ്യോഗസ്ഥനായിട്ടുള്ള അങ്കിത് തിവാരിയെ സംസ്ഥാനത്തെ വിജിലൻസ് കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച കൂടി തുടർന്ന് കാണുന്നു. കേന്ദ്ര ഏജൻസികളൊക്കെ സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അന്വേഷണം കൊണ്ട് നടക്കുമ്പോൾ തിരിച്ച് സംസ്ഥാന ഏജൻസികൾക്കും കേന്ദ്ര ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാമെന്നൊരു സാഹചര്യം ഇത് സൃഷ്ടിച്ചു. ഈ കേസ് CBIക്ക് വിടണമെന്ന് ഇ.ഡി. ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും സംസ്ഥാനം അതിനെ വളരെ ശക്തമായിട്ട് എതിർക്കുന്നതാണ് കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയെ അറസ്റ്റ് ചെയ്തതും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വലിയ നിയമതർക്കങ്ങളും റിട്ട് ഹർജികളിൽ വലിയ സ്വാധീനം ചെലുത്തി എന്നുള്ളൊരു സംഭവമാണ്. ആർട്ടിക്കിൾ 226 പ്രകാരം സമർപ്പിക്കപ്പെട്ട ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചത് ഇ.ഡിയുടെ അധികാരങ്ങളൊക്കെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടായിട്ട് മാറുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സംഭവ വികാസങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന്, കേന്ദ്ര ഏജൻസികൾക്ക് സംസ്ഥാനത്തെ ഏത് ഫയലിലും എപ്പോഴും തൊടാനാവില്ലെന്ന് കോടതികൾ വ്യക്തമാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം, അന്വേഷണത്തിന്റെ പേരിൽ ഒരാളെ മാനസികമായി പീഡിപ്പിക്കുവാൻ ഇ.ഡിക്ക് അധികാരമില്ല എന്ന് കോടതി തുടർച്ചയായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇ.ഡിക്കെതിരെ സംസ്ഥാന സർക്കാരുകൾ വിജിലൻസ് പോലുള്ള പ്രാദേശികമായിട്ടുള്ള അന്വേഷണ ഏജൻസികളെ ആയുധമാക്കുന്ന ഒരു പുതിയ പ്രവണത ഈ കേസിലൂടെ നിയമരംഗത്ത് പ്രകടമായി വന്നു എന്നൊരു നിരീക്ഷണം കൂടി ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നിയമ പോരാട്ടം ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവി രൂപരേഖ നിശ്ചയിക്കുന്ന ഒന്നായിരിക്കുമെന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. കോടതി മുറികളിൽ ആർട്ടിക്കിൾ 226 ചൊല്ലി നടക്കുന്ന ഈ ഒരു തർക്കം കേവലം ഒരു കേന്ദ്ര ഏജൻസിയും ഒരു സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു നിയമയുദ്ധം മാത്രമല്ല, മറിച്ച് അത് ഭാരതീയ ഭരണഘടനയുടെ ആത്മാവായ സഹകരണ ഫെഡറലിസത്തിന് മേലേൽക്കുന്ന ഒരു വലിയ പരീക്ഷണമായിട്ട് കൂടിയാണ് കണക്കാക്കാനുള്ളത്. ഫെഡറലിസത്തിൻ്റെ പുനർനിർവചനം, റൂൾ ഓഫ് ലോ, ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ആത്മവിശ്വാസം, അതേപോലെ ജുഡീഷ്യറിയുടെ കരുത്ത്. അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം വരും നാളുകളിൽ ചർച്ച വീണ്ടും ഉണ്ടാകുമെന്ന് നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കും. നിയമത്തിൻ്റെ വഴിത്താരകളിൽ ഈ പോരാട്ടം അവസാനിക്കുമ്പോൾ വിജയിക്കേണ്ടത് ഏതെങ്കിലും ഒരു കക്ഷി മാത്രമല്ല, മറിച്ച് ഭരണഘടനാപരമായിട്ടുള്ള ധാർമ്മികതയാണ് അവിടെ ജയിക്കേണ്ടത്. അധികാര കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും തമ്മിലുള്ള ഈ ഒരു വടംവലിയിൽ ജനാധിപത്യത്തിൻ്റെ തുലാസ് എപ്പോഴും നീതിയുടെയും തുല്യതയുടെയും പക്ഷത്ത് നിൽക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രത്യാശിക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ആഴത്തിലുള്ള മറ്റെന്തെങ്കിലും നിയമവശങ്ങളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലോ അതുമല്ലെങ്കിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്താവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ സഹായിക്കുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.